ഹെവി ഡ്യൂട്ടി കണ്ടെയ്നർ ട്രക്കാണ് ഗാരേജിൽ സർവീസിന് കയറിയേക്കണത്. ഇതിന്റെ ക്യാബിനൊക്കെ വരുന്നത് മെറ്റലാ വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇതിന്റെ രണ്ട് ഫ്രണ്ട് ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ വെയിറ്റ് എന്ന് വെച്ചാൽ എങ്ങനെ വന്നാലും ഒരു 2.5 കിലോ വെയിറ്റ് ഈ ഒരു ട്രക്കിന് ഉണ്ടാവും കേട്ടോ. ഈ ഒരു മോഡൽ 2.4 റിമോട്ടാണ് ഈ ഒരു ട്രക്കിന് വരുന്നത്. അപ്പൊ ഇതിന് കുറച്ച് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ട്രക്കിന് വരുന്ന ബാറ്ററി എന്ന് വെച്ചാൽ 3.7 500 mAh ഒരു ബാറ്ററിയാണ് ഈ ഒരു ട്രക്കിന് വരുന്നത്. അതേപോലെ തന്നെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു USB ചാർജറും ഈ ഒരു ട്രക്ക് മേടിക്കാനത് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വണ്ടി ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് റിമോട്ട് ഓൺ ചെയ്യാം. റിമോട്ടും ഓൺ ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിന്റെ സ്റ്റാർട്ടിങ് ബട്ടൺ ആണ്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായണ്ട. ഫോണുണ്ട്, അതേപോലെ മ്യൂസിക് ഓഫ് ചെയ്യണ ബട്ടൺ, അതേപോലെ സ്റ്റിയറിങ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഫ്രണ്ട് ബാക്ക് മൂവ് ആവില്ല. അതാണ് ഈ ഒരു ആർസിയുടെ കംപ്ലൈന്റ്. അപ്പൊ നമുക്ക് ഈ വണ്ടി ഒന്ന് അഴിച്ചു നോക്കാം. കസ്റ്റമർ ഇത് അഴിച്ച് റിപ്പയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇതിന്റെ സ്ക്രൂസും കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. ഇതാണ് ഇതിന്റെ ഒരു ഉൾസൈഡ് വരുന്നത്. ഇതാണ് ഇതിന്റെ ബാക്ക് ഗിയർ ബോക്സ് ഇരിക്കുന്നത്. ഇതിന്റെ ഒരു മോട്ടർ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കണുണ്ട്. ഇത് ഫ്രീ കണ്ടീഷനിൽ വർക്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇത് ഭയങ്കര ടൈറ്റാണ് മോട്ടർ വർക്ക് ചെയ്യാനായിട്ട്. നമുക്ക് ഈ മോട്ടർ ഒന്ന് അഴിച്ചു നോക്കാം. ഇതിന്റെ ബ്രഷ് മൊത്തം കത്തിപ്പോയേക്കണുണ്ട്. നമുക്കപ്പോൾ ഒരു പുതിയ ബ്രഷ് ഇട്ട് മോട്ടർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ മോട്ടർ നല്ല ഫ്രീ കണ്ടീഷൻ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. വണ്ടിയുടെ ബാക്ക് വീല് നല്ല ശരിക്കും സ്ലിപ്പായാണ് വർക്ക്. എനിക്ക് തോന്നുന്നത് വണ്ടിയുടെ ബാക്കിൽ നല്ല വെയിറ്റ് വേണം തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെയിറ്റ് ആ വണ്ടിയുടെ ബാക്കിൽ ഒന്ന് വെച്ച് നോക്കാം. നമ്മളിപ്പോൾ ഈ ഒരു വലിയ ടയറാണ് ഈ വണ്ടിയുടെ ബാക്കിൽ വെച്ച് കൊടുക്കാം. ഇപ്പൊ നല്ല ലെവലിൽ ഓടണ്ട വണ്ടി. ബാക്കിൽ വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് രീതിയിൽ വണ്ടി വർക്ക് ആവുള്ളൂ. സംഭവം നല്ല ഉഷാറാണോ വണ്ടി. ഓ